വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. കുറുവ ദ്വീപിന് സമീപം ചാലിഗദ്ദ പനച്ചിയിൽ അജിയാണ് മരിച്ചത്. അജിയുടെ വീടിനുള്ളിലേക്ക് ആന ആക്രമിച്ച് കയറുകയായിരുന്നു. കർണാടകയുടെ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. അതേസമയം റേഡിയോ കോളർ ഘടിപ്പിച്ച അപകടകാരിയായ കാട്ടാനയുടെ സാന്നിധ്യം തുടരുന്നതിനാൽ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ കുറുക്കൻമൂല, കുറുവ, കാടൻകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, നമ്മൾ ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. ഏറെ ആശങ്കയുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോഴും സ്ക്രീനിൽ കാണുന്നു, പ്രേക്ഷകർക്ക് കാണാം. അപ്പോൾ അത്രത്തോളം വലിയൊരു ആശങ്കയാണ് വയനാട്ടിൽ നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഒരു ജീവൻ എടുക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായിരുന്നു അനൂപ് ഉണ്ടായത്? കർണാടക വനംവകുപ്പ് മാസങ്ങൾക്ക് മുൻപ് ഈ രീതിയിൽ പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു കാട്ടാനയാണ് വയനാട്ടിൽ വീണ്ടും വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കും ഭീതിക്കും കാരണമായിരിക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. നിലവിൽ മുട്ടങ്ങര, കുറുക്കൻമൂല ഭാഗത്ത് എല്ലാമാണ് ഈ ആനയുടെ സാന്നിധ്യമുള്ളത്. ഇതിനിടെയാണ് ഈ ആന ചാലിഗദ്ദ പനച്ചി എന്ന സ്ഥലത്ത് അജി എന്ന ആളെ ഒരു വീടിനുള്ളിലേക്ക്, ഇവർ സുഹൃത്തുക്കൾക്കൊപ്പം ഈ വീട്ടിൽ നിൽക്കുകയായിരുന്നു. വീടിന്റെ മതിൽ ഇടിച്ചു തകർത്ത് ഈ ആന അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായില്ല. ഇതേ തുടർന്ന് ഈ സ്ഥലത്ത് വലിയ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. അജിയുടെ മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഈ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും വലിയ പ്രതിഷേധം മാനന്തവാടി മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടന്നിരുന്നു. അതൊരു കടുവയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. ചേക്കാടി സ്വദേശിയായിട്ടുള്ള ഫോറസ്റ്റ് വാച്ചിലെ കടുവ ആക്രമിക്കുകയും അദ്ദേഹം ഗുരുതര പരിക്കേറ്റിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ്. ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധം ഉണ്ടായത്. അതേ പ്രതിഷേധം വലിയ ശക്തമായി ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് മുന്നിൽ നടക്കുകയാണ്. ഈ മേഖലയിൽ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ രീതിയിൽ റേഡിയോ കോൾ ഘടിപ്പിച്ച ഒരു ആനകൾ ഈ സ്ഥലത്തെത്തുകയും വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെച്ച് മണിക്കൂറുകൾക്ക് ശേഷം പിടികൂടുകയാണ് വനംവകുപ്പ് ചെയ്തത്. അതിനുശേഷം അതിനെ ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ അത് ചെരിയുകയും ചെയ്തു. ആ രീതിയിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന വലിയൊരു ആശങ്കയുടെ സാഹചര്യം ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയതാണ്. വീണ്ടും അതേ സാഹചര്യമാണ് ഇപ്പോൾ മാനന്തവാടി മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കുറുക്കൻമൂല, മാനന്തവാടി മുനിസിപ്പാലിറ്റിക്കുള്ളിലുള്ള അത് പരിധിയിലുള്ള കുറുക്കൻമൂല, കുറുവ, കാടൻകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിലാണ് ഇപ്പോൾ ഈ ആശങ്ക നിലനിൽക്കുന്നത്. ഇവിടെ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയം എന്ന നിലയ്ക്കാണ് ഈ അടിയന്തരാവസ്ഥ. ജനങ്ങളോട് കൂട്ടം കൂടരുത് എന്നെല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ആനയെ പിന്തുടരുകയും വനത്തിലേക്ക് തുരത്തുകയും ചെയ്യുക എന്നുള്ളതാണ് വനവകുപ്പിന്റെ മുന്നിലുള്ള ഇപ്പോഴുള്ള ദൗത്യം. ഏതായാലും ആ ശ്രമങ്ങളുമായി വനവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. അതല്ല, ജനവാസ മേഖലയിലേക്ക് ഇതിനകം അപകടകാരിയായി കഴിഞ്ഞ ഈ ആന ഇറങ്ങുകയാണെങ്കിൽ അതിനെ വീണ്ടും മയക്കുവെടി വെച്ച് പിടികൂടേണ്ട സാഹചര്യം വനവകുപ്പിന്റെ മുന്നിലുണ്ട്. ഏതായാലും ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള സജീവമായ ശ്രമങ്ങൾ വനവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു എന്നാണ് അല്പസമയം മുൻപ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ആ രീതിയിൽ സർക്കാർ തല ഇടപെടലുകൾ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു. എത്രയും വേഗം ആനയെ കാട്ടിലേക്ക് തുറക്കുക. നേരത്തെ തണ്ണീർക്കൊമ്പിന് ഇറങ്ങി അത് ജനവാസ മേഖലയിലാണ് ദീർഘനേരം നിലയുറപ്പിച്ചതെന്നാൽ ഈ ആന ഇപ്പോൾ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ്. അതാണ് വനവകുപ്പിന് അല്പം ആശ്വാസം നൽകുന്നത്. വനവകുപ്പിന് ഒരുപക്ഷെ വനത്തിനുള്ളിലേക്ക് ഈ ആനയെ തുറക്കാൻ സാധിച്ചേക്കും. അതല്ല, ഒരാളെ ആക്രമിച്ചു വന്ന ഈ ആന വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയാൽ എത്രയും പെട്ടെന്ന് അതിനെ പിടികൂടുക എന്നുള്ളതായിരിക്കും വനവകുപ്പിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം, മാർഗം. അത് എത്രയും വേഗം തന്നെ മയക്കുവെടി വെച്ച് പിടികൂടും. അതിനായി വയനാട് മുത്തങ്ങയിൽ നിന്ന് RRT സംഘം ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഉന്നത വനവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആനയെ ട്രാക്ക് ചെയ്യുകയാണ്. നിലവിൽ അത് വനയോര മേഖലയിലെ ആണ് ഉള്ളത്. അതിനെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതിനെ വനത്തിലേക്ക് തുരത്താൻ സാധിച്ചില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടും. അതിന് പൂർണ്ണ സജ്ജമായിട്ടുള്ള വിദഗ്ധ സംഘം ഇപ്പോൾ മാനന്തവാടി കേന്ദ്രീകരിച്ച് നിലനിർത്തിച്ചിട്ടുണ്ട്. ഇതിനായുള്ള നിർദ്ദേശങ്ങൾ വരുന്ന മുറയ്ക്ക് ആ രീതിയിലുള്ള നടപടികളിലേക്ക് വനവകുപ്പ് RRT സംഘം കടക്കുകയും ചെയ്യും. ഡോക്ടർ അജീഷ് ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുക. അതോടൊപ്പം സൗത്ത് വയനാട് DFO, നോർത്ത് വയനാട് DFO ഉൾപ്പെടെയുള്ള ഉന്നത വനവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതേ സമയം ഈ അജിയുടെ മരണവും കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റുള്ള സംഭവം എല്ലാം അത്തരം സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഒരു വലിയ പ്രതിഷേധം മാനന്തവാടിയിൽ ഏതായാലും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ആ പ്രതിഷേധം ശക്തമാവുകയും ചെയ്യുകയാണ്. അനൂപ് ഇപ്പൊ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചില്ല. അപ്പോൾ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ ഈ പറഞ്ഞ പോലെ കുറുക്കൻമൂലയടക്കം കുറുവയടക്കമുള്ള ഡിവിഷനുകളാണ് ഇത്തരത്തിൽ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള ആന പ്രദേശത്ത് തങ്ങുന്നുണ്ടെന്നും അത്തരത്തിൽ ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം പാലിക്കണം അടക്കമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഈ ജില്ലാ ഭരണകൂടം അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു പ്രദേശവാസികൾക്ക്? അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാന്നിധ്യമായിരുന്നു ഈ ആനയുടെ
സംബന്ധിച്ചുള്ളത്. കാര്യം ഇതിന് ഈ ആന കേരളത്തിന്റെ വനമേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ, വിവരങ്ങൾ കർണാടക വനവകുപ്പിൽ നിന്ന് കേരള വനവകുപ്പിന് ലഭിച്ചിരുന്നു. എന്നാൽ അതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയോ ട്രാക്ക് ചെയ്യാനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ, സാങ്കേതികമായ അത്തരം സംവിധാനങ്ങൾ, അത്തരം മുന്നറിയിപ്പുകൾ വനവകുപ്പിന്റെ കർണാടക വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കാൻ താമസമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ആനയുണ്ട് എന്ന ഒരു നിഗമനം മാത്രമായിരുന്നു കേരള വനവകുപ്പിനുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ ആനയെ സാന്നിധ്യം ഉണ്ടെന്ന് സ്ഥിരീകരിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ മുന്നൊരുക്കങ്ങളും മുൻകരുതൽ നടപടികളും വനവകുപ്പ് നടത്തിയിരുന്നു. ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാൻ പെട്രോളിംഗ് ഉൾപ്പെടെ വനവകുപ്പ് നടത്തിയതാണ്. അത് മലയോര മേഖലയിൽ തന്നെയുമായിരുന്നു. എന്നാൽ ഇതിന് തൊട്ട് സമീപത്തുള്ള ജനവാസ മേഖലയിലേക്ക് അത് പെട്ടെന്ന് എത്തുകയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ കാലികത്ത, പനശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം വന്യമൃഗശല്യം നേരത്തെ ഉള്ളതും മലയോര മേഖലയുമാണ്. ഈ മേഖലയിലേക്ക് ആന പെട്ടെന്ന് എത്തുകയും അത് ഈ അജി എന്നയാളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവം ഉൾപ്പെടെ ഉണ്ടായത് ഒരു അപ്രതീക്ഷിത സംഭവമായാണ് വനവകുപ്പ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ആന അപകടകാരിയായി മാറിയ സാഹചര്യത്തിൽ പെട്ടെന്ന് ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് ഒരു മുൻകരുതൽ നടപടികൾ വനവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലാ ഭരണകൂടം ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നിരോധിതാജ്ഞ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഈ കുറുവ, കാടൻപള്ളി, പയ്യമ്പള്ളി ഡിവിഷനുകളിൽ നിരോധിതാജ്ഞ പ്രഖ്യാപിച്ചത്. ജനങ്ങളുടെ ഈ പ്രദേശത്തേക്ക് എത്തുന്നതിന് തടഞ്ഞിട്ടുണ്ട്. അത്യാവശ്യ ഈ ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ അടിയന്തര ഘട്ടത്തിൽ അവിടെ നിന്ന് ആളുകളോട് മുഴുവൻ ജാഗ്രത പുലർത്താൻ, അതീവ ജാഗ്രത പുലർത്താൻ വനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ജാഗ്രത അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അതിന് മുന്നൊരുക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ആനയെ മയക്കുവെടി വെച്ചോ അല്ലെങ്കിൽ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്.